ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു ഡേ ഔട്ട് വ്ളോഗാണ്. കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രാവിലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഹാലായും ഞാനും ബില്ലു മാത്രമാണ് ഇന്ന് പോയിട്ടുള്ളൂ. ആൻഡ് ദെൻ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും കഴിച്ചില്ല. ബട്ട് ഒരു കരിക്കിൻ്റെ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ബേബി ഹാലാൻ്റെ വീഡിയോയിൽ കാണിക്കാൻ കുറേ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാലാനെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഒരു 2 കരിക്കിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു. ഫസ്റ്റ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്കമാലിക്കാണ്. അങ്കമാലിയിൽ ബില്ലുൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആൻഡ് ദെൻ അതിനുശേഷം വേറെ ഫ്രണ്ട് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കളമശ്ശേരി പോയിട്ട് അവിടെ പോകണം. ദെൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പോയത് കളമശ്ശേരി ബിസ്മിയുടെ തൊട്ടടുത്ത് കാണുന്ന എമ്രാത്ത് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ. നമ്മളവിടെ കുറച്ച് നേരം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ആ ടൈമിൽ നമ്മൾ ജ്യൂസ് അതുപോലെ തന്നെ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഹാല ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം അവൾ ഉള്ളതുകൊണ്ട് അവൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു. ദെൻ അവർ വന്നു. അപ്പോഴത്തേക്കും സ്റ്റാർട്ടറൊക്കെ വന്നിട്ടുണ്ടായി. ദെൻ ഞങ്ങൾ ഓർഡർ ചെയ്തത് അറബിക് പ്ലേറ്ററാണ്. ലൈക്ക് നല്ല ഫുഡായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 to 5 people നന്നായിട്ട് കഴിക്കാൻ, നന്നായിട്ട് ഫില്ലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്ററായിരുന്നു അത്. അതിൽ തന്നെ എന്താണ്, ചിക്കൻ ഉണ്ട്, റൈസ്, കുബൂസ്, പിന്നെ ഫിഷ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ദെൻ നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ഇറങ്ങി നമ്മൾ പോയത് ഒരു കഫേയിലാണ്. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഈ കഫേ കണ്ടിട്ടുണ്ടെന്ന്. ലൈക്ക് ഞാനും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് പോകുന്നത്. ലൈക്ക് ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് റൈനിങ് കഫേ എന്നാണ്. ഫ്രീസ് ട്രീസ് എന്നാണ് ആ കഫേയുടെ പേര്. ആൻഡ് ഞാനവിടെ പോയതിന് ഉദ്ദേശം അവിടെ റൈനിങ് കഫേ എന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ മഴയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ബട്ട് അവിടെ ചെന്നപ്പോൾ മഴയൊന്നുമില്ല, നല്ല ചൂടായിരുന്നു. എന്താണ് മഴയില്ലാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, ഇത് മഴയൊന്നും കാണുന്നില്ല, എന്താ സംഭവം ചോദിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആൻഡ് ദെൻ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് 1 മോക്ക ആൻഡ് 1 ക്യാപ്പിച്ചിനോ, 1 മോക്ക ആൻഡ് 1 കാരമൽ കോഫി, ഇതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹാലാക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹാല പിന്നെ അവിടെ ഇരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും. സോ ഹാലാനെ വെച്ചിട്ട് നല്ല ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ അവിടെ. കാരണം നമുക്ക് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ആ കഫേനെ പറ്റി പറയാനാണെങ്കിൽ അതൊരു എക്കോ ഫ്രണ്ട്ലി കഫേയാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ പ്ലാൻസ് ഇങ്ങനെ നമുക്ക് സെയിലിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെ കുട്ടികളെയും കൊണ്ടൊക്കെ പോരാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നന്നായിട്ട് ചില്ല് ചെയ്ത് പീസ്ഫുള്ളി നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. എനിക്ക് അവിടുത്തെ മോക്കയും ഇഷ്ടപ്പെട്ടു, ക്യാരമലും ഇഷ്ടപ്പെട്ടു. ബില്ലുവിന് 2 ഇഷ്ടപ്പെട്ടില്ല. 2 ഞാൻ തന്നെ കുടിച്ചു. ദെൻ നമ്മൾ അവിടെ നിന്ന് ഫുൾ ഒന്ന് കറങ്ങി കണ്ടു. ഒരുപാട് ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. ദെൻ നമ്മളവിടെ അവരോട് ചോദിച്ചു, ഇങ്ങനെ റൈനിങ് കഫേന്ന് കേട്ടിട്ടാണ് നമ്മൾ വന്നത്, ബട്ട് എന്താണ് ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് എന്തോ ചൂടായതുകൊണ്ടോ അങ്ങനെ എന്തോ റീസൺ പറഞ്ഞു, ഇപ്പം അങ്ങനെ ഇടാറില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് നമ്മളങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു 5 minutes അവർ നമുക്ക് റെയിനിങ് പോലെ ഫീൽ ചെയ്യുന്ന ലൈക്ക് അങ്ങനത്തെ കുറച്ച് ഡ്രോപ്ലെറ്റ്സ്, പ്രോപ്പർ റെയിനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ചെറിയൊരു ചാറ്റൽ മഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ അങ്ങനത്തെ ഒരു ചെറിയൊരു ലൈക്ക് ഇങ്ങനെ കാറ്റ് വരുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്തു തന്നവർ. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു തന്നു. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അതുപോലെ തന്നെ നമ്മുടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കഫേ ആണ് കേട്ടോ. എടപ്പള്ളി തന്നെയാണ് ഈ കഫേ വരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പോകണമെന്നുണ്ട്. ഹാല ഇല്ലാണ്ട് പോകണം. കാരണം ഹാലാനെ വെച്ചിട്ട് പോകാനാണെങ്കിൽ അവിടെയുള്ള ചെടികളൊക്കെ ഹാല വലിച്ച് പറിക്കും. ദെൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി സ്ട്രെയിറ്റ് ടു ഹോം. കാരണം നമ്മൾ അത്യാവശ്യം കറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഹാലാനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ലൈക്ക് അവളുടെ മൂഡ് ശരിയല്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അവൾ തീരെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചിരുന്ന ഷോപ്പിൽ വീണ്ടും പോയി അവിടുന്ന് ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അങ്ങനെ ഓരോ സംഭവങ്ങൾ തിരിച്ചു വന്നപ്പോൾ കഴിച്ചു. ആൻഡ് ദെൻ ഇത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മേഴ്സിലീസിൻ്റെ ഷോപ്പാണ്. എനിക്കിപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ മേഴ്സിലീസാണ്. അത്ര ടേസ്റ്റാണ്. ഇതിന് ഇവിടുത്തെ ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ് എൻ്റെ റീസൺ ഫേവറേറ്റ്. കാരണം നമ്മളെപ്പോഴും അത് തന്നെയാണ് വാങ്ങിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഒരു ജാക്ക് ഫ്രൂട്ടും അതുപോലെ ഒരു ബ്ലൂബെറി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചും നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്.